പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങളെ കൊമ്പോസ്കീനി രീതിയിലുള്ള കത്തോലിക്ക ജപമാല കെട്ടാനായിട്ട് പഠിപ്പിക്കുവാനായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ കെട്ട് പഠിപ്പിക്കാനാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ആർക്ക് വേണേലും കെട്ടാം. കത്തോലിക്കനാണേലും ഓർത്തഡോക്സ് ആണേലും ഏത് സഭക്കാരാണെങ്കിലും ഈ കെട്ടുകൊണ്ട് ജപമാല കെട്ടുന്നത് വളരെ മനോഹരമാണ്. അപ്പോൾ ഈ കെട്ട് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്തായിരിക്കുന്നത്. ഞാൻ ഫാദർ ബോബിൻ. ഞാനിവിടെ റോമിൽ വത്തിക്കാൻ്റെ തൊട്ടടുത്തുള്ള സാന്ത സ്പിരിറ്റ് ഹോളി സ്പിരിറ്റ് ഹോസ്പിറ്റലിൽ രോഗികളെ ശുശ്രൂഷിക്കുന്ന ഹോസ്പിറ്റൽ ചാപ്ലൈനായിട്ട് ഇവിടെ ശുശ്രൂഷ ചെയ്യുന്നു. ഞാൻ കമിലസ് സന്യാസ സഭയിൽപ്പെട്ട ഒരു വൈദികനാണ്. എന്തുകൊണ്ട് ഞാൻ ജപമാല കെട്ടുന്നു? ഞാനിപ്പോൾ ഒത്തിരി വർഷമായി, ഏകദേശം എനിക്ക് തോന്നുന്നു 15 വർഷത്തോളമായി ജപമാല കെട്ടുകയും ജപമാല കെട്ടുവാനായിട്ട് മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പലതരത്തിലുള്ള ജപമാല കെട്ടുന്നുണ്ട്. അപ്പോൾ ഈ ജപമാലയോട് ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു അട്രാക്ഷൻ തോന്നി. കാരണം ഇതിൻ്റെ ചരിത്രം വായിച്ചപ്പോഴും പക്കെമിയോസ് എന്ന് പറഞ്ഞ ഒരു സഭാപിതാവിൻ്റെ ചരിത്രം വായിച്ചപ്പോൾ അദ്ദേഹത്തിന് മാലാഹ പഠിപ്പിച്ച ഒരു ജപമാലയാണ്, ഒരു കെട്ടാണ് അത്. കാരണം അദ്ദേഹം പ്രാർത്ഥിക്കാനായിട്ട് ഒരു ത്രെഡിൽ കെട്ടിട്ട് എപ്പോഴും പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ തിന്മയുടെ അരുവികൾ വന്ന് അത് അഴിച്ചു കളയുമായിരുന്നു. അപ്പോൾ മാലാഹ തന്നെ വന്ന് അദ്ദേഹത്തിനെ പഠിപ്പിച്ച ഒരു കെട്ടാണ് ഈ കൊമ്പോസ്കീനി കെട്ട് എന്ന് പറയുന്നത്. അതാണ് എനിക്കറിയാവുന്ന അതിൻ്റെ ചെറിയ ചരിത്രം എനിക്കറിയാവുന്നത്. അത് ഓർത്തഡോക്സ് അച്ഛന്മാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങളോട് പറയുന്നതായിരിക്കും. എന്തായാലും ഈ കെട്ട് വളരെ മനോഹരമാണ്. വളരെ ഓരോ കുരിശ് രീതിയിലാണ് ഇത് കെട്ടുന്നതും. വളരെ നമ്മുടെ സാധാരണ ജപമാലകൾ കെട്ടാൻ ഉപയോഗിക്കാനും വളരെ മനോഹരമാണ് ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ. ഞാൻ എന്തുകൊണ്ട് കെട്ടുന്നു? ഞാൻ കെട്ടുന്നത് വിശുദ്ധ കമിലസ് ഞങ്ങളുടെ സഭാസ്ഥാപകനാണ്. അദ്ദേഹത്തിന് മാതാവിനോട് വലിയൊരു ഭക്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഓരോ നിമിഷവും പരിശുദ്ധ അമ്മയോട് ചേർന്ന ഒരു ജീവിതമായിരുന്നു. പ്രത്യേകിച്ച് നമുക്കറിയാം മെയ് 25 അദ്ദേഹം ഉണ്ടായപ്പോൾ മെയ് 24 പരിശുദ്ധ അമ്മയുടെ മേരി ഹെൽപ്പ് ഓഫ് ക്രിസ്ത്യാനികളുടെ സഹായമായ പരിശുദ്ധ അമ്മയുടെ തിരുനാളിൻ്റെ തൊട്ട് പിറ്റേ ദിവസമാണ് വിശുദ്ധ കമിലസ് ഉണ്ടായത്. അതുപോലെ തന്നെ വിശുദ്ധ കമിലസിന് മാനസാന്തരം വന്നത് ഫെബ്രുവരി 2-ാം തീയതിയിലാണ്, പരിശുദ്ധ അമ്മയുടെ ശുദ്ധീകരണ തിരുനാളിൻ്റെ എന്നാണ്. മൂന്നാമതായിട്ട് മാർച്ച് 25-നാണ് ഫീസ്റ്റ് ഓഫ് അനൗൺസിയേഷൻ, മംഗളവാർത്തയുടെ തിരുനാളിൻ്റെ അന്നാണ് വിശുദ്ധ കമിലസ് കമിലിയൻ സന്യാസ സഭ രോഗികളെ ശുശ്രൂഷിക്കാനായിട്ട് സ്ഥാപിച്ചത്. അതുപോലെ തന്നെ ജൂലൈ 16-ന് നമുക്കറിയാം മൗണ്ട് ഓഫ് കാർമൽ, അവർ ലേഡി ഓഫ് മൗണ്ട് ഓഫ് കാർമൽ, കർമ്മല മാതാവിൻ്റെ തിരുനാളിൻ്റെ ജസ്റ്റ് 2 ദിവസം മുമ്പ് ആ ഈവിലാണ് മരിച്ചതെന്ന് പറയുന്നു. അപ്പം വിശുദ്ധ കമിലസിന് മാതാവിനോട് ഒത്തിരിയേറെ ഭക്തി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു അരൂപിയും ഐക്യവും സ്പിരിച്വൽ ഗ്രേസ് ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാനും ജപമാല കെട്ടാനായിട്ട് സെമിനാരിൽ വെച്ച് തുടങ്ങിയതാണ്. അതുപോലെ തന്നെ ഒരുപാട് ജപമാലകൾ കെട്ടി ഒരുപാട് രോഗികൾക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ സാധാരണ ജപമാലകൾ കെട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് ചിലപ്പോൾ സമയം കിട്ടുന്നില്ല, ചിലപ്പോൾ കെട്ടിത്തീരാൻ പറ്റാത്ത അവസ്ഥയിലെല്ലാം പലപ്പോഴും എനിക്ക് ആൾക്കാർ ജപമാല തന്നാണ്. ഇന്നും ആ ശുശ്രൂഷ മുടക്കമില്ലാതെ എനിക്ക് 15 വർഷങ്ങളോളമായി ജപമാലകൾ കെട്ടുകയും അതുപോലെ തന്നെ പലരും എനിക്ക് ഫ്രീ ആയിട്ട് തന്ന് അത് ഞാൻ രോഗികൾക്ക് ഫ്രീ ആയിട്ട് തന്നെ കൊടുത്ത് ശുശ്രൂഷ ചെയ്യുന്നു. അപ്പോൾ ഞാൻ എനിക്ക് മനോഹരമായി ഇഷ്ടപ്പെട്ട ഒരു ജപമാലയായിരുന്നു ഈ കൊമ്പോസ്കീനി ജപമാല. ഇത് ഞാൻ പറഞ്ഞു ഓർത്തഡോക്സ് രീതിയിലുള്ള ജപമാലകളാണ്. അത് നമ്മൾ ആ കെട്ടാണ്, അത് നമ്മൾ കത്തോലിക്ക രീതിയിലുള്ള മോഡൽ ആ കെട്ട് ഉപയോഗിച്ച് ചെയ്തു എന്നേ ഉള്ളൂ. ഇത് സാധാരണ മോഡൽ. ഇത് മറ്റ് വേറെ ഒരു കാശുരൂപമായിട്ട് ഫ്രാൻസിസ് പാപ്പയുടെയും കുരുക്കളയക്കുന്ന മാതാവിൻ്റെയും കാശുരൂപമായിട്ട് ചെയ്തു. കാരണം എനിക്ക് ഫ്രാൻസിസ് പാപ്പയ്ക്ക് വേണ്ടി ഞാനിവിടെ ജമേലി ആശുപത്രിയിൽ പോയി ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് പ്രത്യേകമായിട്ടൊരു ഇൻസ്പിറേഷൻ കിട്ടി, ഞാൻ ചെയ്തതാണത്. ഇത് പിന്നെ മാർത്തോമ കുരിശ് നൂലുകൊണ്ട് തന്നെ കെട്ടി ഉള്ള വേറെ ജപമാലയാണ്. അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഇന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ അധികം പേര് വീഡിയോ ചെയ്തതായിട്ട് കാണുന്നില്ല. ഒരുപാട് സുഹൃത്തുക്കൾ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ പലരും എന്നോട് ചോദിച്ചു. അതുകൊണ്ടാണ് ഞാനിത് ഈ ജപമാല കെട്ടുന്നത് നിങ്ങളെ പഠിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്നത്. ഈ ജപമാല കെട്ടാൻ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് സാറ്റിൻ കോർഡാണ്. ഇച്ചിരി തിളക്കമുള്ളൊരു പ്രത്യേകതരം ത്രെഡാണ് നമുക്ക് കിട്ടുക. ഇതെല്ലാം ഓൺലൈനിൽ മേടിക്കാൻ കിട്ടും, ആമസോണിൽ അവൈലബിൾ ആണ്. ഇന്ത്യയിൽ വളരെ ചീപ്പായിട്ട് കിട്ടുകയും ചെയ്യും. നിങ്ങൾക്ക് ആമസോണിൽ സാറ്റിൻ ത്രെഡ് അടിച്ചു കഴിഞ്ഞാൽ ഇത് കിട്ടും. എൻ്റെ കയ്യിലിപ്പോൾ ലൈറ്റ് ബ്ലൂ മാതാവിൻ്റെ നീല മേലങ്കിയുടെ കളറ്, പിന്നെ കറുത്ത
കറുത്ത നല്ല അതൊരു ചെറിയൊരു തിളക്കമുണ്ട് നൂലിന്. പിന്നെയുള്ളത് കരിനീല കളർ. ഇത് മൂന്നുമാണുള്ളത്. അപ്പം നമ്മൾ ആദ്യമായിട്ട് പഠിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 2 കളർ ഒരുമിച്ച് കൂട്ടിക്കെട്ടി പഠിക്കുവാണ് ആദ്യത്തെ സ്റ്റെപ്പ് എളുപ്പമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 2 നൂല് ചുമ്മാ കുറച്ച് ഭാഗം മുറിച്ചിട്ട് നിങ്ങൾ അതിനെ കൂട്ടിക്കെട്ടി 2 കളർ വ്യത്യസ്തമായിട്ടുള്ള 2 കളർ എടുത്തിട്ട് അതിനെ കൂട്ടിക്കെട്ടുക, എന്നിട്ട് മുറിക്കുക. അങ്ങനെ ചുമ്മാ ഒരു കെട്ടിടുക. നമുക്കിപ്പോൾ സ്റ്റാർട്ടിങ് പഠിക്കാൻ വേണ്ടി മാത്രമാണ്. ജസ്റ്റ് നിങ്ങൾ ആ കെട്ടൊന്ന് കാട്ടിത്തരാൻ വേണ്ടി ഇങ്ങനെ ഒരു ചുമ്മാ കെട്ടിടുക. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ 2 കളറുള്ള നൂലെടുത്ത് മുറിച്ച് കെട്ടുക. അധികം നീട്ടം വേണ്ട. ഞാൻ ഇച്ചിരി നീട്ടം കൂട്ടിപ്പോയി സാരമില്ല. കൂട്ടിക്കെട്ടുക, ഒരു വശത്ത് കൂട്ടിക്കെട്ടുക, ഒരു വശത്ത് അഴിച്ചിടുക. നമ്മളിപ്പോൾ കൊന്ത കെട്ടുന്നതിൻ്റെ ആദ്യത്തെ കെട്ടാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ പിന്നെ ആ കെട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പമാണ്. ചുമ്മാ ഇതിങ്ങനെ കൂട്ടിക്കെട്ടുന്നു, എന്നിട്ട് ചുമ്മാ ഒന്ന് കൂട്ടിക്കെട്ടി ജസ്റ്റ് പഠിക്കാൻ വേണ്ടി ഒരു കെട്ട് കെട്ടുക. എന്നിട്ട് നിങ്ങളുടെ ഈ ഭാഗം ഉണ്ടല്ലോ നമ്മുടെ ചൂണ്ടുവിരലിലേക്ക് ഇങ്ങനെ അങ്ങ് ഇടുക. ചൂണ്ടുവിരൽ ഇടുക. ഓക്കെ. അതിനുശേഷം കരിനീല നൂലെടുത്ത് തള്ളവിരലിൽ ചുറ്റുക. ഇത് മനസ്സിലായോ? ഒന്നുകൂടി കാട്ടിത്തരാം. അങ്ങനെ തന്നെ 2-3 തവണ ചെയ്യണം കേട്ടോ. അങ്ങനെ എൻ്റെ വീഡിയോ റിവൈൻഡ് ചെയ്ത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇങ്ങനെ ഈ ചൂണ്ടുവിരലിടുക. ലൈറ്റ് നീല ഇടത്ത് വശത്ത്, മറ്റേത് കരിനീല വലത്ത് വശത്ത്. ഇനി കരിനീല എടുത്ത് തള്ളവിരലിൽ ഇടത്ത് നിന്ന് വലത്തോട്ട് ചുറ്റി ഇടുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇതുണ്ടോ? ഇങ്ങനെ കിട്ടും. ഇനി നമ്മൾ ഈ കരിനീലേനെ തള്ളവിരലിൽ നിന്ന് പതുക്കെ ഇച്ചിരി വലുതാക്കുക, ഇച്ചിരി എക്സ്റ്റെൻഡ് ചെയ്ത് 3-ാമത്തെ വിരലിലേക്ക് ഇങ്ങനെ ഇടുക. 3-ാമത്തെ വിരലിലേക്ക് ഫുള്ളായിട്ട് ഇടുക, ജസ്റ്റ് ഇടുക. ജസ്റ്റ് ഇങ്ങനെ ഇടുക. ഒന്നുകൂടി കാട്ടിത്തരാം. ഇങ്ങനെ ഇടുന്നു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ചൂണ്ടുവിരലിടുന്നു. കരിനീല നൂലെടുത്ത് തള്ളവിരലിലിടുന്നു. തള്ളവിരലിൽ നിന്ന് വന്ന് ആ നൂലിനെ ഇച്ചിരി വലുതാക്കുന്നു. ചെറുതായിട്ട് വലുതാക്കി ഇങ്ങനെ 3-ാമത്തെ വിരലിലേക്ക് ഇടുന്നു. ഇത്രയും വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിക്കൂടെ ഈ വട്ടം കണ്ടില്ലേ? ഈ വട്ടം നമുക്ക് കിട്ടിയല്ലോ 3-ാമത്തെ വിരലിലേക്ക് ഇട്ടപ്പോൾ. ആ വട്ടത്തിൽ കൂടെ 2 വിരലുകളിട്ട് നമ്മൾ ഈ ലൈറ്റ് നീലേനെ പതുക്കെ പുറത്തെടുത്ത് ഈ തള്ളവിരലിലേക്ക് ഇടുകയും അതുപോലെ തന്നെ ഈ തള്ളവിരലുണ്ടായിരുന്ന നീലേനെ ചാടിച്ച് കളയുകയും ചെയ്യുക. അപ്പോൾ ഒരു കുരിശാകൃതിയിൽ നമുക്ക് ഇത് കിട്ടും. കണ്ടോ? ഓക്കെ. ഒന്നുകൂടി നിങ്ങൾ കാട്ടാം. ടെൻഷൻ അടിക്കേണ്ട, അത് പഠിച്ചെടുക്കാവുന്നതാണ്. പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മനോഹരമായിട്ടുള്ള ജപമാല സ്വന്തമായിട്ട് കെട്ടി പ്രാർത്ഥിക്കാൻ പറ്റും. ഒന്നുകൂടി നമ്മൾ ചൂണ്ടുവിരലിടുന്നു. കരിനീല വലത്തുവശത്ത് അതിനെ എടുത്ത് തള്ളവിരലിൽ ചുറ്റുന്നു. തള്ളവിരൽ ഇടത്ത് ടു വലത്തോട്ടാണ് ചുറ്റിയത്. അവിടെ നിന്ന് ഇവിടെ പിടിച്ച് തള്ളവിരലിൻ്റെ അവിടെ നിന്ന് പതുക്കെ ഇതിനെ 3-ാമത്തെ വിരലിലേക്ക് ഇത് ഊരിക്കളയാതെ തന്നെ ഇട്ടു. അപ്പോൾ ഒരു വട്ടം കിട്ടി. അതിൽ നമ്മൾ ഇപ്പം നമ്മുടെ വലത്ത് കൈ കൊണ്ട് ഇവനെ പതുക്കെ ആ നീല വള്ളീനെ എടുക്കുകയും ഈ നമ്മുടെ തള്ളവിരൽ കൊണ്ട് ഇവനെ പുറത്ത് ചാടിച്ച് ഇത് ഇങ്ങനെ എടുത്തിടുകയും ചെയ്യാം. ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഇപ്പം നമ്മുടെ കരങ്ങളിലുള്ളത് ഒരു കുരിശാകൃതിയിൽ. ഇത് കണ്ടോ? ഇടത്തുവശത്ത് ലൈറ്റ് നീലയും മറ്റേടത്ത് കരിനീലയുമാണ് വള്ളിയുള്ളത്. അപ്പം ഇനി നമ്മൾ ഈ കരിനീലയുടെ അടിക്കൂടെ നമ്മുടെ തള്ളവിരലിട്ട് ഈ ലൈറ്റ് നൂലിനെ ലൈറ്റ് ബ്ലൂവിനെ എടുത്ത് ഈ 4-ാമത്തെ വിരലിൻ്റെ കൂടെ ചുറ്റി. ഓക്കെ. 4-ാമത്തെ വിരൽ ഇത് കണ്ടോ? ഞാനിങ്ങനെ ഒന്നുകൂടി എടുക്കുക. ഇവനെ ലൈറ്റ് ബ്ലൂവിനെ ഈ കരിനീലയുടെ അടിയിൽ കൂടി എടുത്തിട്ട് ഇങ്ങനെ നമ്മൾ 4 വിരലുകൾ ഉണ്ടല്ലോ, 4-ാമത്തെ വിരലിൽ കൂടെ ചുറ്റി 2-ാമത്തെ വിരൽ കഴിഞ്ഞിട്ടുള്ള സ്പേസിൽ കൂടെ ചാടിച്ച് ഇതിലെ ഈ തള്ളവിരലിൻ്റെ ഇടയ്ക്കൊരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അതിലേക്ക് ഇതിനെ ചാടിച്ചെടുക്കുക. ഒന്നുകൂടി കാട്ടിത്തരാം. ആ പ്രോസസ്സ് ഒന്നുകൂടി നിങ്ങൾ കാട്ടിത്തരാം. നമ്മൾ ഇത്രയും പഠിച്ചിരുന്നു. ഇത്രയും പഠിച്ചു കഴിഞ്ഞിട്ട് ഇതുണ്ടോ ഞാൻ പറഞ്ഞാൽ ഈ ലൈറ്റ് ബ്ലൂ ഇതിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ എപ്പോഴും വിരലിടുവാണ് എളുപ്പം. അതായത് ഈ നീലയുടെ അടിയിൽ കൂടെ വരണം, കരിനീലയുടെ അടിയിൽ കൂടെ ലൈറ്റ് ബ്ലൂ വന്നിട്ട് 4-ാമത്തെ ഫിംഗറിൻ്റെ അതിലെ വന്നിട്ട് 2-ാമത്തെ ഫിംഗറിൻ്റെ ഗ്യാപ്പിൽ കൂടെ വന്നിട്ട് തള്ള വിരലിൻ്റെ അടുത്ത് കൂടെ ഉള്ള കുഴിയിലേക്ക് അവനെ ഇട്ട് വലിക്കുക. ഇതുണ്ടോ? ഇതിൻ്റെ ഉള്ളിലിട്ട് അവനെ വലിച്ച് പുറത്തെടുക്കുക. അത്രയാണ്.
രണ്ടാമത്തെ സ്റ്റെപ്പ്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്കപ്പോൾ ഇങ്ങനെ കിട്ടി. ഇപ്പോൾ ഇവിടെ നമ്മൾ ഇട്ടല്ലോ അവനെയും ഈ കരിനീലയും ഇവിടെ കിടക്കുന്ന 2 ത്രെഡ് ഉണ്ട് തള്ളവിരലിൻ്റെ അടുത്ത്. അവരെ രണ്ടുപേരെ എടുത്ത് ഈ തള്ളവിരലിലേക്ക് ഇടുക. അപ്പോൾ തള്ളവിരലിൽ ഇപ്പോൾ 3 കളേഴ്സായി, 3 ത്രെഡായി. 1 2 3, 2 ലൈറ്റ് ബ്ലൂവും 1 കരിനീലയും വന്നു. ഓക്കെ, അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇതാണല്ലോ എടുത്തിട്ടത്. ഇനി നമ്മൾ ഈ അടുത്ത കരിനീലേനെയാണ് ചുറ്റി. ആദ്യം നമ്മൾ ലൈറ്റ് ബ്ലൂ ചുറ്റി, ഇനി കരിനീലേനെ ചുറ്റിക്കൊണ്ട് കരിനീലേനെ സെയിം വഴി നാലാമത്തെ അതിൽ ചുറ്റി നമ്മൾ ഈ തള്ളവിരലിൻ്റെയും ചൂണ്ടുവിരലിൻ്റെയും ഇടയ്ക്കൊരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ഇടയ്ക്കൊരു ഗ്യാപ്പുണ്ട്, അതിൽ കൂടെ ഉള്ളിക്കൂടെ എടുത്തിട്ട് പുറത്തോട്ട് ചാടിക്കുക. ഉള്ളിക്കൂടെ എടുത്ത് കിട്ടി. അപ്പോൾ ഇനിയിപ്പോൾ ലൈറ്റ് ബ്ലൂ കളറ് ഇതിലെടുത്തിട്ട് വീണ്ടും നാലാമത്തെ ഇതിൽ ചുറ്റി രണ്ടാമത്തേത് ചാടിച്ച് ഇനി ഈ ചൂണ്ടുവിരലിൻ്റെ നടുക്കൊരു ഗ്യാപ്പ് കിടപ്പുണ്ട്. ചൂണ്ടുവിരലിൻ്റെ നടുക്ക് ഇങ്ങനെ നമ്മൾ പതുക്കെ അടർത്തി അതിൻ്റെ ഉള്ളിൽ കൂടെ ലൈറ്റ് ബ്ലൂവിനെ ഇട്ട് പുറത്ത് ചാടിക്കുക. പതുക്കെ അവനെ പുറത്ത് ചാടിക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ ഒന്ന് ടൈറ്റാക്കി പിടിക്കുക. എന്നിട്ട് അത്രയാണ് ആ സ്റ്റെപ്പ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ തള്ളവിരലിൽ ഇവിടെ ഒരു കെട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഒരു കെട്ടുണ്ടല്ലോ, ആ കെട്ടിനെ നമ്മൾ കണ്ടുപിടിക്കുക. ആ കെട്ട് എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ത്രെഡ് അനക്കി നോക്കുക. ഇവിടെ ഈ തള്ളവിരലിൽ കിടക്കുന്ന ത്രെഡ് 3 ഉണ്ട്. അപ്പോൾ 3 അനക്കുമ്പോൾ ഓരോന്നും അനക്കുമ്പോൾ ഇത് കണ്ടോ, ഇവിടുത്തെ ഇവൻ അനങ്ങുന്നുണ്ടോ, ഈ കെട്ട് അനങ്ങും. ഇതെപ്പോഴും ഇവിടെ ഇരിക്കണം കേട്ടോ, ഈ കെട്ട് എപ്പോഴും ഇവിടെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ അവനെ അനക്കിയിട്ട് അവനെ മാത്രം കൈപ്പിടിച്ചുകൊണ്ട് ബാക്കി എല്ലാവരും ഊരിക്കളഞ്ഞ് ഇത് മാത്രം തള്ളവിരലിലേക്ക് ഇടുക, നമ്മൾ കൈപ്പിടിച്ചത്. പിന്നെ നമ്മൾ ഇവിടെ നോക്കുക. ഇവിടെ നോക്കുമ്പോൾ നമ്മുടെ കയ്യിൽ 4 റിങ് കിടപ്പുണ്ട്. പക്ഷെ 4 റിങ് കിടക്കുന്നത് ഈ വിരലിൽ മാത്രം, 3-ാമത്തെ വിരലിൽ മാത്രം കിടക്കുന്ന റിങ് ഏതാണെന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, അവനെ മാത്രം പിടിച്ചിട്ട് ബാക്കി എല്ലാത്തിനും ഈ വിരൽ കൊണ്ട് തള്ളിക്കളയുക. തള്ളി പുറത്ത് ചാടിച്ചിട്ട് ഇവനെ അങ്ങ് വീണ്ടും തിരിച്ചിടുക. ഓക്കെ, എന്നിട്ട് പതുക്കെ ഇവനെ അങ്ങ് വലിക്കുക, ടൈറ്റാക്കി കൊണ്ടുവരിക. ഇതുണ്ടോ, അപ്പോഴേ നമുക്ക് നല്ല മനോഹരമായിട്ടുള്ളൊരു ഇത് കിട്ടും. കൊന്തയുടെ ആ ഇത് വന്നു കഴിഞ്ഞു. കുറച്ച് ടൈറ്റ് ചെയ്യുക. അതിനുശേഷം ഇവരെ നമ്മളിങ്ങനെ ഇതുണ്ടോ, ഇവരെ ഊരിയെടുക്കുക. അപ്പം എന്നിട്ട് ഇവിടെ പിടിച്ചുകൊണ്ട് നമ്മളിനി ഇതിനോട് ഇത് അടുപ്പിക്കണം, ഈ കെട്ടിനോട് നമ്മൾ ഇതിനെ അടുപ്പിക്കണം. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ എപ്പോഴും ഈ വലത്തുവശത്ത് അടിയിലുള്ള വള്ളീനെയാണ് പിടിക്കേണ്ടത്. വലത്തുവശത്ത് അടിയിലുള്ള വള്ളീനെ പിടിക്കുമ്പോൾ ഇത് കണ്ടോ, ഇങ്ങനെ അത് വലിഞ്ഞ് അടുത്ത് വരും. ഓക്കെ, അതുപോലെ തന്നെ ഇടത്തുവശത്തപ്പം മുകളിലുള്ള വള്ളീനെ പിടിച്ച് വലിക്കുക. അപ്പം ആ കെട്ട് കണ്ടോ, ആ കെട്ട് ഇതിനോട് അടുത്ത് വന്നു. മറ്റേതിൻ്റെ അടിയിലും ഇതിൻ്റെ മുകളിൽ ഓപ്പോസിറ്റ് സൈഡായിരിക്കും എപ്പോഴും. ഇങ്ങനെ 2 നീണ്ടെടുക്കുന്ന വള്ളിയുടെ വലത്തുവശത്ത് അടിയിലും ഇടത്തുവശത്ത് മുകളിലുള്ള വള്ളിയിൽ വലിച്ചു കഴിഞ്ഞാൽ
അതിൽ തന്നെ ആ ലൈറ്റ് ബ്ലൂവിൽ പിടിച്ച് വലിക്കുക. ഇതുണ്ടോ, വലിക്കുമ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, വലിയ ചുരുണ്ട് പോകാതിരിക്കാൻ ശ്രമിക്കുക. വലിച്ചു കഴിയുമ്പോൾ അവിടെ കെട്ടായി, ഒരു കെട്ട് നന്നായിട്ട് വന്നു. ഇനി നമ്മൾ അതേപോലെ തന്നെ നമ്മൾ ഇതേതായിരുന്നു വലിച്ച് നോക്കുക, വലിച്ചതിൻ്റെ ഓപ്പോസിറ്റ് പോവുക. ഇതുണ്ട്, ഇതായിരുന്നു നമ്മൾ വലിച്ച്, അപ്പം അതിൻ്റെ ഓപ്പോസിറ്റ് പോയി സെയിം പ്രൊസീജിയർ അഴിക്കുക, വീണ്ടും അവനങ്ങ് ടൈറ്റ് ചെയ്യുക. ഇതുണ്ടോ, അത് 2 കളറാകുമ്പോൾ നമുക്ക് പഠിക്കാൻ എളുപ്പമുണ്ട്. നിരാശപ്പെടരുത്, പഠിച്ചെടുക്കാൻ ഇച്ചിരി സമയം എടുക്കും, പക്ഷെ പഠിച്ച് നമുക്ക് നല്ല മനോഹരമായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ മാതാവിനോട് പ്രാർത്ഥിച്ച് ജപമാല കെട്ടുക. 2 മൂന്നാമത്തെ വിരലിടുന്നു, തള്ളവിരലിൻ്റെ ഉള്ളിൽ കൂടെ കൈയിട്ട് ആ ബ്ലൂവിനെ എടുത്ത് പുറത്തിടുന്നു. അപ്പോൾ നമുക്കൊരു കുരിശ് കിട്ടി. കുരിശ് കിട്ടിക്കഴിയുമ്പോൾ ഈ ഇതിലൂടെ വിരലിട്ട് ലൈറ്റ് ബ്ലൂവിനെ എടുത്ത് രണ്ടാമത്തെ വിരലിൻ്റെ അടിയിൽ കൂടി എടുത്ത് ഈ തള്ളവിരലിൻ്റെ അടുത്ത് കൂടി ഇടുന്നു. എന്നിട്ട് ഇവർ രണ്ടും കൂടി എടുത്ത് തള്ളവിരലേക്ക് കയറ്റിയിടുന്നു. ഇനി കരിനീലേനെ ഇവിടെ നിന്ന് എടുത്ത് ഇതിലെ ചുറ്റി ഇതിലെ തള്ളവിരലിൻ്റെ ചൂണ്ടുവിരലിൻ്റെ ഇടയ്ക്ക് കൂടെ പുറത്തെടുക്കുന്നു. ഇനി നമ്മൾ ലൈറ്റ് ബ്ലൂവിനെ എടുത്ത് ചുറ്റി ഈ ചൂണ്ടുവിരലിൻ്റെ തൊട്ടടിയിൽ കൂടെ താഴോട്ട് പുറത്തെടുക്കുന്നു. അത്രയേ ഉള്ളൂ ആക്ച്വലി വർക്ക് നമ്മുടെ. ഓക്കെ, ഇനി നമ്മൾ ഈ കെട്ടുമായിട്ട് ബന്ധപ്പെട്ട നൂല് തള്ളവിരൽ ഏതാണെന്ന് കണ്ടുപിടിക്കുക. ഇനി ഓരോ നൂല് ഇളക്കുമ്പോൾ കാണാതെ കണ്ടാനങ്ങനെ അവനെ മാത്രം പിടിച്ച് ബാക്കി എല്ലാത്തിനും ഊരി തള്ളവിരലിടുക. അതൊക്കെ ചെയ്യണേ. പിന്നെ റിങ് വിരൽ, ഈ വിരൽ മൂന്നാമത്തെ വിരലിൽ മാത്രം കിടക്കുന്ന റിങ് ഏതാണെന്ന് കണ്ടുപിടിക്കുക. ബാക്കിയെല്ലാം 2 വിരൽ ചുറ്റി കിടക്കുന്ന റിങ്ങാണ്. അപ്പോൾ മൂന്നാമത്തെ വിരലിലുള്ള ഇതിനെ എടുത്തിട്ട് ബാക്കി എല്ലാത്തിനും ഊരിക്കളഞ്ഞ് വീണ്ടും ആ റിങ് തിരിച്ചിടുക. പിന്നെ പതുക്കെ ഇവനൊന്ന് ടൈറ്റാക്കി എടുത്താൽ മാത്രം മതി. ഒരേ സമയം നമ്മൾ 4 ഇടത്തുനിന്ന് ടൈറ്റ് കൊടുക്കുക. ടൈറ്റ് ആക്കി കഴിയുമ്പോൾ ഇങ്ങനെ വരും, കണ്ടോ? ഓക്കെ, അത് ഊരിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഞാൻ പറഞ്ഞു വലത്തുവശത്ത് അടിയിൽ നിന്ന് വലിക്കുക. ഇത് അടുപ്പിക്കാൻ വേണ്ടി, കെട്ടടുപ്പിക്കാൻ വേണ്ടി അടിയിൽ നിന്ന് വലിക്കുക, മുകളിൽ നിന്നുള്ളത് ഇതും വലിക്കുക. അപ്പോൾ ഇതുണ്ട്, അടുത്ത മുത്തിനോട് ഇത് ചേർന്ന് വന്നു കഴിഞ്ഞു, കണ്ടോ? നമുക്ക് ഗ്യാപ്പ് വേണേൽ അതനുസരിച്ച് നിങ്ങൾ വലിക്കുന്നത് നിർത്തിയാൽ മതി. ഇനി നമ്മൾ വലിച്ച വള്ളി പിടിക്കാതെ അതിൻ്റെ ഓപ്പോസിറ്റ് പിടിച്ചിട്ട് ഓക്കെ, എന്നിട്ട് ആ ലൈറ്റ് ബ്ലൂ നൂലിനെ വലിക്കുക. അപ്പോൾ അത് ടൈറ്റായി കിട്ടി. ഇനി നമ്മൾ കരിനീലേനെ ഇപ്പം നമ്മൾ ഓക്കെ ഇത് ഏതാണെന്ന് അറിയണമെങ്കിൽ നമ്മളൊന്ന് വലിച്ചു നോക്കിയാൽ മതി. അതിൻ്റെ ഓപ്പോസിറ്റ് നൂലെടുക്കുക, വലുതാക്കുക, ഒന്ന് ഊരുക, വലിക്കുക, മൂന്നാണ് കേട്ടോ, നമ്മൾ 3 എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പം അത്രയേ ഉള്ളൂ. അവനെ കരിനീലിനെ വലിക്കുക. അപ്പം അത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്, അത്രയേ ഉള്ളൂ. കണ്ടോ? ഇങ്ങനെ നമുക്ക് അടുപ്പിച്ചടുപ്പിച്ച് കെട്ടാം. ഇനി നമുക്ക് ഇച്ചിരി സ്പേസ് ഗ്യാപ്പ് വേണമെങ്കിൽ ഇച്ചിരി ഒന്ന് വലിച്ചാൽ മതി. വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ കത്തോലിക്ക കൊന്തയിൽ സ്പേസ് കിട്ടും. അങ്ങനെ നമുക്ക് ഇച്ചിരി ലൂസായിട്ട് കിട്ടണമെങ്കിൽ അങ്ങനെയും കിട്ടും. അപ്പം അത്രയാണ് ജപമാലയുടെ ഇത്.
അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഞാൻ ചെയ്യുന്നതാണ്. ഇത് ഞാൻ കെട്ടിയ കൊന്തകളാണ്. അപ്പോൾ നിങ്ങൾ സെക്കൻഡ് പാർട്ട് ഞാൻ നിങ്ങളെ കാട്ടിത്തരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇത്രയും പഠിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ജപമാല കെട്ടി മാതാവിനോടുള്ള ഭക്തി പ്രചരിപ്പിക്കാൻ പരിശുദ്ധ അമ്മ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവിശ്വസിയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും സഹായവും ഈ വീഡിയോ കാണുന്ന എല്ലാവരുടെ മേലുണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കണേ.